ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശിവരഞ്ജിനി മീനുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. മീനുവിൻ്റെ സൗണ്ട് കേട്ട് ശിവരഞ്ജിനി ചോദിക്കും, എന്ത് പറ്റി മോളെ, സൗണ്ടൊക്കെ എന്താ വല്ലാതിരിക്കുന്നതെന്ന്. ആ സമയം മീനു നിരുപമ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരും. ശിവരഞ്ജിനി പറയുന്നുണ്ട്, നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ, ഞാൻ നാട്ടിലല്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട. മീനു പറയും, എനിക്കിവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല മാഡം, പിന്നെ ശബ്ദം വരാതിരിക്കുന്നത് ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. നീ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണേ മോളെ, എന്താണെങ്കിലും ഞാൻ നാളെ വിളിക്കാം, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഫോൺ വെക്കും. ഇതെല്ലാം കേട്ടോണ്ട് നിന്ന് പാർവതി ചോദിക്കും, നീ എന്താ മാഡത്തിനോട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയാഞ്ഞത്? അവള് പറയും, എന്തോ എനിക്ക് പറയാൻ തോന്നിയില്ല. പാർവതി പറയും, സാധാരണ നീ എന്തുണ്ടെങ്കിലും മേഡത്തിനോട് പറയുന്നതല്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. മീന് പറയും, ഈ പ്രശ്നത്തിൽ എന്താണേലും മേഡത്തിനെ ഉൾപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്ത, ഞാൻ അതിനുള്ള വഴികൾ നോക്കുക. പിന്നീട് കാണിക്കുന്നത് പോത്തുബെന്നി സുഹാസിനെ കാണാൻ വരുന്നതാണ്. സുഹാസിനെ അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഈ ഓഫീസിലോട്ട് കയറി വരുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ രഘുവേട്ടനെ ഫോൺ വിളിച്ചാൽ പോരായിരുന്നോ? അയാൾ പറയും, ചില കാര്യങ്ങളൊന്നും ഫോണിലൂടെ പറയാൻ പറ്റില്ലല്ലോ മാഡം, അതുകൊണ്ടാ നേരിട്ട് തന്നെ കണ്ട് പറയാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഈ കച്ചവടത്തിലെ എൻ്റെ ലാഭം എന്താന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. സുഹാസിന് പറയും, ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ ബെന്നിച്ചിന് മാന്യമായ ഒരു തുക ഞങ്ങൾ തരും. ബെന്നി ചോദിക്കും, 25 വർഷം മുന്നേ ഇല്ലാത്ത ചിന്തയൊക്കെ ഇപ്പം എവിടുന്ന് പൊട്ടി പുറപ്പെട്ടു വന്നു? ഇനി ശിവരഞ്ജിനി മേഡത്തിൻ്റെ വിൽപ്പത്രത്തിൽ ആ കുഞ്ഞിൻ്റെ പേരാണോ ചേർത്തേക്കുന്നത്? സുഹാസിന് പറയും, വെറുതെ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇതിലില്ല. ബെന്നി പറയും, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരാവശ്യം വരുവാണെങ്കിൽ ആ കുഞ്ഞ് എവിടെയാണെന്നും ആരുടെ കൂടെയാണ് ജീവിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു തരാം. എന്നാൽ ശരി, എല്ലാം പറഞ്ഞ പോലെ എന്നും പറഞ്ഞ് ബെന്നിച്ചൻ അവിടുന്ന് പോവും. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രൻ്റെ ഭാര്യ ശോഭന മീനുവിനെ കാണാൻ അവളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. പാർവതി മീനു അവിടെ ഉണ്ട്. ശോഭന പറയും, ചേച്ചി ചന്ദ്രേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? പാർവതി പറയും, അന്ന് ഫുഡ് സേഫ്റ്റിക്കാർ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. മീനൂസ് കിച്ചൺ പൂട്ടിയതുകൊണ്ട് ജോലിക്കാരും ഇങ്ങോട്ട് വരാറില്ല. എന്തു പറ്റി ശോഭനയെന്ന് ചോദിക്കുമ്പം അവർ പറയും, ഇന്നലെ മുതൽ ചന്ദ്രേട്ടനെ പറ്റി ഒരു വിവരവും ഇല്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. മീനു ചോദിക്കുന്നുണ്ട്, ചന്ദ്രേട്ടൻ പിന്നെ എവിടെ പോവാനാ? നമ്മുടെ കിച്ചൺ തൽക്കാലത്തേക്ക് പൂട്ടിയത് കൊണ്ട് വീട്ടിൽ തന്നെ കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. ശോഭന പറയും, മീനൂസ് കിച്ചൺ പൂട്ടിയ ദിവസം വീട്ടിൽ വന്നതാ. അന്ന് പതിവില്ലാതെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള എല്ലാ ദിവസവും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്തേലും പണി കിട്ടുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞാ പോകുന്നത്. എന്നിട്ട് രാത്രി മൂക്കറ്റം കുടിച്ചിട്ടാ വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് ഒരേ പദം പറച്ചിലായിരുന്നു. മീനൂസ് കിച്ചൺ പൂട്ടിയ കാരണം ജോലി നഷ്ടപ്പെട്ടു, വരുമാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടലുണ്ടായി. പക്ഷെ വൈകുന്നേരം ഇങ്ങനെ മൂക്കറ്റം കുടിക്കാൻ എവിടുന്ന കാശെന്ന് ചോദിക്കുമ്പം അതിന് മാത്രം മറുപടിയില്ല. പതിവ് പോലെ ഇന്നലെ രാവിലെ വീണ്ടും പോയതാ ചന്ദ്രേട്ടൻ, ഈ നിമിഷം വരെ തിരികെ വന്നിട്ടില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, എനിക്കാകെ പേടിയാവുന്നു മോളെ. മീനു പറയും, ചന്ദ്രേട്ടൻ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് പോയതായിരിക്കും. ശോഭന പറയും, എവിടെ പോയാലും എന്നോടോ മക്കളോടോ പറയാതെ പോവില്ല. അത് മാത്രമല്ല, എപ്പോൾ വിളിച്ചാലും ചന്ദ്രേട്ടനെ ഫോണിൽ കിട്ടുന്നതാ, പക്ഷേ ഇന്നലെ മുതൽ ആ ഫോൺ ഓഫാ, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പാർവതി സമാധാനിപ്പിക്കുന്നുണ്ട്, മീനൂസ് കിച്ചൺ പൂട്ടിയത് കൊണ്ടായിരിക്കും, എവിടെയെങ്കിലും പോയതായിരിക്കും, നീ സങ്കടപ്പെടേണ്ട, എത്രയും വേഗം തന്നെ ചന്ദ്രൻ തിരികെ വരും. മീനുവും പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കാതെ, നമുക്ക് ചന്ദ്രേട്ടനെ കണ്ടെത്താം. ഇവിടെയുള്ള മറ്റു ജോലിക്കാരുമായിട്ടാണല്ലോ കമ്പനി, അവരോട് ചോദിക്കാം എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന്. പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണമെന്നാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത്. ശോഭന പറയുമ്പോൾ മീനു പറയുന്നുണ്ട്, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, നോക്കിക്കോ, ഇന്ന് തന്നെ ചന്ദ്രേട്ടൻ തിരികെ വരും. കുട്ടികളും നല്ല സങ്കടത്തിലാ. മീനു പറയും, ശോഭനേച്ചി ധൈര്യമായിട്ടിരിക്കാൻ പറ പിള്ളേരോട്, വൈകാതെ തന്നെ ചന്ദ്രേട്ടൻ വീട്ടിലേക്ക് വരും. എന്നാൽ ശരി മോളെ, ഞാൻ ഇറങ്ങുവെന്നും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും പാർവതി മീനുവിനെ കണ്ണുകൊണ്ട് എന്തോ കാണിക്കുന്നുണ്ട്. മീനു ശോഭനയോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോവും. എന്നിട്ട് പിന്നെ തിരികെ വന്നിട്ട് വാ ചേച്ചി എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് കുറച്ച് പൈസ ശോഭനയുടെ കയ്യിലേക്ക് കൊടുക്കും. ശോഭന പറയും, അയ്യോ ഞാൻ പൈസയ്ക്ക് വേണ്ടി ഒന്നും വന്നതല്ല. മീനു പറയും, അതറിയാം, ഒരുപാടൊന്നുമില്ല, എങ്കിലും ഇത് കയ്യിലിരിക്കട്ടെ, കുറച്ച് ദിവസം ആയില്ലേ വരുമാനം ഇല്ലാതായിട്ട്. ശോഭന പറയും, മീനൂസ് കിച്ചൺ പൂട്ടിയതുകൊണ്ട് ഇവിടെയും ബുദ്ധിമുട്ടാണെന്ന് അറിയാം. മീനു പറയും, ബുദ്ധിമുട്ടില്ല എന്നല്ല, എങ്കിലും ഇത് കയ്യിൽ വെച്ചോ. ശോഭന സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടുകൊണ്ടാണ് നാരായണൻ വരുന്നത്. ആ പോയത് ചന്ദ്രേട്ടൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മീനു പറയും, അതെ ശോഭനേച്ചി. അവരെന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ മീനു പറയും, ചന്ദ്രേട്ടൻ ഇന്നലെ മുതൽ വീട്ടിൽ ചെന്നിട്ടില്ല എന്ന്, എവിടെയെങ്കിലും എന്തെങ്കിലും പണി അന്വേഷിച്ച് പോയതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പാവ ശോഭനേച്ചി ആകെ സങ്കടത്തിലാ. ആ സമയം നാരായണൻ പറയും, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി, അത് ഞാൻ തന്നോട് പറയാൻ വിട്ടുപോയതാ. 2 ദിവസം മുന്നേ ഞാൻ ചന്ദ്രേട്ടനെ കണ്ടിരുന്നു. എവിടെ വെച്ചെന്ന് മീനു ചോദിക്കുമ്പോൾ നാരായണൻ പറയും, ആ വർക്കിച്ചേട്ടനില്ലേ, ആ ചേട്ടൻ്റെ കടയിലിരുന്ന് നാരങ്ങ വെള്ളം കുടിക്കുമായിരുന്നു. വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ഇപ്പം എന്തോ പെയിന്റ് പണിക്ക് പോവാന്നാ. പക്ഷെ ആകെ കൂടെ എന്തോ ഒരു വശപ്പിശക്ക് എനിക്ക് തോന്നി, ചന്ദ്രേട്ടൻ പഴയ ആളല്ലാത്ത പോലെ. അതെന്താ അങ്ങനെ തോന്നാന്ന് ചോദിക്കുമ്പോൾ നാരായണൻ പറയും, എത്ര നന്നായിട്ട് ഇടപെട്ടോണ്ടിരുന്നാ നമ്മളോടൊക്കെ ചന്ദ്രേട്ടൻ, പക്ഷെ അന്നെന്തോ എന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യം കാണിച്ചില്ല പുള്ളി. അന്ന് നടന്ന റെയ്ഡിനെ പറ്റിയൊക്കെ ഞാൻ ചോദിച്ചു, പുള്ളി പെട്ടെന്നങ്ങ് വല്ലാതായി, വാങ്ങി നാരങ്ങാ വെള്ളം പോലും മുഴുവൻ കുടിക്കാതെ അങ്ങ് പോയി.
പുള്ളിക്ക് അതിൽ എന്തെങ്കിലും കൈയുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. മീനു ചോദിക്കും, എന്തൊക്കെ നോൺസെൻസാ നാരായണൻ നീ പറയുന്നേ? എനിക്കറിയാം നമ്മളൊക്കെ നല്ല പ്രഷറിലാ, ഇതിന്റെ പിന്നിൽ ആരൊക്കെയാ കളിച്ചെന്ന് കണ്ടെത്തിയേ പറ്റൂ. എന്ന് വെച്ച് നമ്മളുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ നമ്മൾ സംശയിക്കാൻ തുടങ്ങിയ ഇത് എവിടെ പോയി നിൽക്കും നാരായണ? ഇപ്പൊ നാരായണൻ ചന്ദ്രേട്ടനെ കുറിച്ച് ഇങ്ങനെ ഒരു സംശയം പറഞ്ഞു. നാരായണൻ ഒരു കാര്യം അറിയാവോ? കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് ഒരു കോള് വന്നായിരുന്നു. ആരെ വിളിച്ചെന്നൊന്നും അറിയില്ല, പക്ഷെ അവര് പറഞ്ഞത് എന്താണെന്നറിയോ? മീനൂസ് കിച്ചൺ പൂട്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ ഇങ്ങനൊരു കൊലച്ചതി ചെയ്തത് താനാന്ന്. ഞാനോ? നാരായണൻ ഒരു ഞെട്ടലോടെ ചോദിക്കുമ്പോൾ മീനു പറയും, ഇങ്ങനെ മിഴിച്ചു നോക്കണ്ട, സംഭവിച്ച കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനോ അമ്മയോ മനസ്സിലേക്ക് അത് ഏറ്റെടുക്കുക പോലും ചെയ്തിട്ടില്ല. തന്നോട് ഞാനോ അമ്മയോ ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യം ചോദിച്ചോ? ഇല്ലല്ലോ. കൂടെ നിൽക്കുന്നവരെ പറ്റി നമുക്കൊരു ബേസിക് ട്രസ്റ്റ് എങ്കിലും ഉണ്ടാവേണ്ടേ നാരായണ? നാരായണൻ പറയും, പക്ഷെ ചന്ദ്രേട്ടൻ അങ്ങനെ അല്ല മീനു. മീനു പറയും, എൻ്റെ കൂടെ നിൽക്കുന്ന ആരും എന്നെ ചതിക്കില്ല, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. അത്രയും പറഞ്ഞ മീനു അകത്തേക്ക് കയറിപ്പോവും. പിന്നീട് കാണിക്കുന്ന ശിവരഞ്ജിനിയുടെ വീടാണ്. സുഹാസിനിയുടെ അടുത്ത് ശിവയുടെ അമ്മ വന്നിട്ട് ചോദിക്കും, അല്ല ആ ബെന്നി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ ഇങ്ങനെ വരുന്നത്? സുഹാസിനി പറയും, എന്നെ കാണാനല്ല അമ്മേ, ശിവയെ തേടി വന്നതാ. അവര് ചോദിക്കും, അതെന്തിനാ ശിവ അയാൾ അന്വേഷിക്കുന്നത്? ശിവ അയാളും തമ്മിൽ എന്ത് ബന്ധം? അവൻ പഴയ പോത്തു ബെന്നിയല്ലേ? സുഹാസിനി പറയും, അയാളിപ്പം പഴയ പോത്തു ബെന്നിയൊന്നും അല്ല, ബെന്നിച്ച മുതലാളിയാ, റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ്സാ. എന്ത് ബിസിനസ് ആണെങ്കിലും അയാളുമായിട്ട് നമുക്ക് ഒരു ഇടപാടും വേണ്ട. ശരി അമ്മയെന്ന് സുഹാസിനി പറയും. അവര് ചോദിക്കും, ഒരു സംശയം ചോദിച്ചോട്ടെ, നീ എന്തിനാ പിന്നെ നിന്റെ ആ പോത്ത് ബെന്നിയെ വല്ലാതെ അങ്ങ് ഭയപ്പെടുന്നത്? അത് കേട്ട് സുഹാസിനിയുടെ മുഖം അങ്ങ് മാറും. അവര് ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? എന്താണെങ്കിലും ശിവയൊന്ന് വന്നോട്ടെ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് അവളും ഒന്ന് അറിയണല്ലോ. വേലി തന്നെ വിളവ് തരുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന സുഹാസിനി അവിടെ ഇരുന്ന ഫ്ലവർ വൈസ് എടുത്തിട്ട് അവരുടെ തലക്കെട്ട് അടിക്കുന്നുണ്ട്. അടിച്ചു കഴിയുമ്പോഴാണ് സുഹാസിനിക്ക് അവൾ എന്താ ചെയ്തതെന്നുള്ളൊരു ബോധം വരുന്നത്. സുഹാസിനി വേഗം തന്നെ അവരുടെ മൂക്കിന്റെ താഴെ കൈ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശ്വാസം ഇല്ലാന്നറിയും. പെട്ടെന്ന് സുഹാസിനി ഒന്ന് പേടിച്ചു പോകും. പക്ഷെ ഇത് സുഹാസിനി ശരിക്കും ഓർക്കുന്നതാണ്. സുഹാസിനി നോക്കുമ്പോഴത്തേക്കും അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് കാണുന്നത്. സുഹാസിനിക്ക് ചെറിയ ഭയം വന്ന് തുടങ്ങി. അവൾ വിചാരിക്കുന്നുണ്ട്, ഈ തള്ളെ തീർക്കേണ്ട സമയം കഴിഞ്ഞു, എവിടം വരെ പോകുന്നൊന്ന് നോക്കട്ടെ. പിന്നീട് കാണിക്കുന്ന സൂരജ് ഭക്ഷണം കഴിക്കുന്നതാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ? ഇന്ന് എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, വിശേഷം ഉണ്ടല്ലോ, ഇന്നാണ് എൻ്റെ കൊച്ചുമോൻ സൂരജിന്റെ പിറന്നാള്. പെട്ടെന്ന് ചിന്താമണി ഹാപ്പി ബർത്ത്ഡേ സൂരജ് ഏട്ടാന്ന് പറയും. സൂരജിന് താങ്ക്സ് പറയും. ചിന്താമണി പറയും, ഈ ബർത്ത്ഡേ നമുക്ക് ആഘോഷമാക്കണം, വൈകുന്നേരം ഒരു പാർട്ടി വെച്ചാലോ അമ്മാമ്മേ? മുത്തശ്ശി പറയും, ആയിക്കോട്ടെ, അതിന്റെ ഏർപ്പാടൊക്കെ നീ തന്നെ ചെയ്തോണം. ചിന്താമണി അത് സന്തോഷത്തോടെ സമ്മതിക്കും. സൂരജ് പറയും, ഏയ് വേണ്ട വേണ്ട, പാർട്ടി ആഘോഷം ഒന്നും വേണ്ട, അല്ലെ തന്നെ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഓരോ പിറന്നാളും നമ്മളുടെ ഓരോ വയസ്സാ കുറയ്ക്കുന്നത്, അതായത് ആയുസ് ഇല്ലാതെ ആവുന്നു എന്നർത്ഥം. ആയുസ് കുറഞ്ഞ മരണത്തിലേക്ക് അടുക്കുന്നു എന്നാണ് അർത്ഥം. അത് ആഘോഷിക്കുന്നതിന് ഒരു വൈരുദ്ധ്യം ഇല്ലേ? മുത്തശ്ശി പറയും, നിന്റെ ഈ വേദാന്തം പറച്ചിലൊന്നും എനിക്ക് പിടിക്കില്ല, നല്ലൊരു ദിവസമായിട്ട് ഒരു കേക്ക് എങ്കിലും മുറിക്കണം. ചിന്താമണി പറയും, അതെ അമ്മമ്മ പറഞ്ഞതാണ് ശരി, വൈകിട്ട് നമ്മളൊരു ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നു. സൂരജ് പറയും, അതൊന്നും വേണ്ട, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു സദ്യ തന്നെ ആയിക്കോട്ടെ, പായസം ഉൾപ്പെടെ. മുത്തശ്ശിക്കും ചിന്താമണിക്കും അത് സമ്മതമാകും. സൂരജ് പറയുന്നുണ്ട്, ഞാൻ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നോളാം. പിന്നെ സദ്യക്ക് ഉറപ്പായിട്ടും മാമ്പഴ പുളിശ്ശേരി വേണം, അത് ചിന്താമണി തന്നെ ഉണ്ടാക്കുകയും വേണം. അത്രയും നേരം ചിരിച്ചുകൊണ്ട് നിന്ന ചിന്താമണിയുടെ മുഖം അത് കേൾക്കുമ്പോൾ മാറും. അവൻ പറയും, അന്ന് ചിന്താമണി ഉണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരിയുടെ രുചി ഇപ്പോഴും നാവിന്ന് പോയിട്ടില്ല. മുത്തശ്ശി അവളെ നോക്കി ആക്കി തലയാട്ടുന്നുണ്ട്. അവൻ കൈ കഴുകി വന്ന് മുത്തശ്ശിക്ക് ഉമ്മയും കൊടുത്തിട്ട് പോകും ജോലിക്ക്. ചിന്താമണി ചോദിക്കും, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അമ്മമ്മ എന്നെ സഹായിക്കില്ലേ? അവര് പറയും, ഇല്ല, അന്ന് മീനു ഉണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരി നീ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് സ്കോർ ചെയ്തതല്ലേ? അന്ന് കള്ളം പറഞ്ഞപ്പോൾ ഓർക്കണായിരുന്നു ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന്. മാമ്പഴപ്പുളിശ്ശേരി പൊന്നുമോള് തന്നെ എങ്ങ് ഉണ്ടാക്കിയാൽ മതി. അവള് പറയും, അതെനിക്ക് അറിയില്ല, അറിയുമായിരുന്നെങ്കിൽ അന്നത്തെ മാമ്പഴപ്പുളിശ്ശേരി കുളമാകുമായിരുന്നോ? മുത്തശ്ശി പറയും, ദേ ചിന്താമണി, ഇന്ന് സൂരജിന്റെ പിറന്നാളായിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണം, നിന്റെ താളത്തിന് തുള്ളാൻ എനിക്ക് സമയമില്ല. മുത്തശ്ശി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ചിന്താമണിക്ക് എന്ത് വേണമെന്ന് അറിയില്ല. പിന്നീട് കാണിക്കുന്നത് ചിന്താമണി മീനുവിനെ ഫോൺ ചെയ്യുന്നതാണ്. മീനു തിരക്കിലാണോന്ന് ചോദിക്കുമ്പോൾ അവൾ അല്ലാന്നും പറയും. ഒന്ന് ഇങ്ങോട്ട് വരാവോ എന്ന് ചോദിക്കുമ്പോൾ എന്താ കാര്യം എന്ന് മീനു ചോദിക്കും. ചിന്താമണി പറയും, അമ്മുമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു, എന്തോ അത്യാവശ്യ കാര്യം പറയാനാ. മീനു പറയും, പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് സൂര്യ സാറിന് ഇഷ്ടമല്ലല്ലോ, എന്നെ ഇവിടെ കയറ്റത്തുമില്ലല്ലോ. ചിന്താമണി പറയും, അതൊന്നും കുഴപ്പമില്ല, സൂര്യചേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല, ഊണ് കഴിക്കാൻ വരുമ്പം ഒരു സമയമാവും. മീനു പറയും, എന്നാ ശരി, ഞാനിപ്പോ ഒരു വഴിക്ക് പോകുന്ന വഴിക്ക് അങ്ങോട്ട് വരാം. അത് മതിയെന്ന് ചിന്താമണി പറയും. പിന്നീട് കാണിക്കുന്നത് മീനു അവിടെ എത്തുന്നതാണ്. ചിന്താമണി പറയും, മീനു പറഞ്ഞതിനേക്കാൾ നേരത്തെ എത്തിയല്ലോ. മീനു ചോദിക്കും, അമ്മാമ്മ എവിടെ? അവള് പറയും, അമ്മാമ്മ അമ്പലത്തിൽ പോയി. മീനു ചോദിക്കും, അമ്മാമ്മയ്ക്ക് എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്നും പറഞ്ഞല്ലേ ചിന്ത എന്നെ വിളിച്ചത്? അവള് പറയും, അതെ അമ്മാമ്മ കാണണമെന്ന് പറഞ്ഞു. അപ്പോഴാ അമ്മാമ്മ അമ്പലത്തിലെ ഒരു വഴിപാടിന്റെ കാര്യം ഓർത്തത്, പിന്നെ അങ്ങോട്ട് പോയി. എന്നാ പിന്നെ അമ്മമ്മ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. അവള് പറയുമ്പോൾ ചിന്താമണി പറയും, മീനു എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, അതിനും കൂടി വേണ്ടിയാ ഞാൻ വിളിച്ചത്. ആ കാര്യം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ മീനു വരില്ലായിരുന്നു.
പ്ലീസ് മീനു ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ കാര്യം എന്ന് മീനു ചോദിക്കുമ്പോൾ അവൾ പറയും എല്ലാ കാര്യം ഞാൻ വിശദമായിട്ട് പറയാം. മീനു അകത്തേക്ക് വാന്നും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് വലിക്കും. അകത്തേക്ക് ചെല്ലുമ്പോൾ മീനു കാണുന്നത് കുറെ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. അവൾ ചോദിക്കും എന്താ ഇത്, ഒരു സത്യവട്ടത്തിനുള്ളതുണ്ടല്ലോ ഇത്. ചിന്താമണി പറയും അതെ, ഇന്ന് ഇവിടെ ഒരു വിശേഷമുണ്ട്, ഒരു സദ്യ തന്നെ ഉണ്ടാക്കണം. കൂട്ടത്തില് മീനുവിന്റെ ആ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയും. മീനു ചോദിക്കും സദ്യ ഉണ്ടാക്കാൻ എന്താ ഇവിടെ വിശേഷം. അവള് പറയും ഇന്ന് സൂരജേട്ടന്റെ പിറന്നാളാ. ഈ സമയം സൂരജ് മീനുവിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂടെ കുറച്ച് ഓഫീസർമാരും ഉണ്ട്. പാർവതി എന്താണെന്നറിയാതെ പേടിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.